ഹായ് ഓൾ, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കേരളത്തിലെ ചെറുതും വലുതുമായ 44 നദികളാണുള്ളത്. അവയുടെ പേരുകളും നീളം, ഉത്ഭവസ്ഥാനം എന്നിവയാണ് ഇവിടെ പറയുന്നത്. നദികളുടെ എണ്ണം 44. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ 41, കിഴക്കോട്ട് ഒഴുകുന്നത് 3, പാമ്പാർ, ഭവാനി, കബനി. 15 കിലോമീറ്റർ നീളം അല്ലെങ്കിൽ അതിൽ അധികം ലെങ്ത് ഉള്ള നദികളെയാണ് നദികളായി പറയുന്നത്. 100 കിലോമീറ്റർ മുകളിൽ നീളമുള്ള 11 നദികളാണുള്ളത്. ഒന്നാമത്തെ നദിയാണ് പെരിയാർ. 244 കിലോമീറ്ററാണ് വരുന്നത്. പെരിയാർ ഒഴുകുന്ന ജില്ലയാണ് ഇടുക്കി, എറണാകുളം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. മറ്റു പേരുകളുണ്ട്. പേരുകൾ ആലപ്പുഴ, ആലുവപ്പുഴ, കാലടിപ്പുഴ. പെരിയാറിൻ്റെ പഴയ പേരാണ് പൂർണ്ണ, ചൂർണി എന്ന് പറയും. ഉത്ഭവസ്ഥാനം സഹ്യപർവ്വതത്തിലെ ശിവഗിരി മലയിൽ നിന്നാണ് പെരിയാറിൻ്റെ ഉത്ഭവം. പതനം വരുന്നത് വേമ്പനാട്ട് കായൽ, കൊടുങ്ങല്ലൂർ കായൽ എന്നും അറിയപ്പെടുന്നുണ്ട്. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഏത്? പെരിയാർ. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പെരിയാർ. പോഷക നദികളാണ് മുല്ലയാർ, കട്ടപ്പനയാർ, പെരുന്തുറയാർ, ചെറുതോണിയാർ, മുതിരപ്പുഴയാർ, ഇടമലയാർ. ഈ മുല്ലയാറും പെരിയാറും ചേർന്നതാണ് മുല്ലപ്പെരിയാർ ഡാം ഉണ്ടായത്. അതാണ് അതിന് മുല്ലപ്പെരിയാർ എന്ന പേര് വന്നത്. മുല്ലയാറും പെരിയാറും മീറ്റ് ചെയ്യുന്ന സ്ഥലമാണ് മുല്ലപ്പെരിയാർ. പൂർണ്ണശങ്കരാചാര്യർ, പഴയ പേര് പൂർണ്ണശങ്കരാചാര്യർ എന്നാണ്. ചൂർണി, ചാണക്യൻ അർത്ഥശാസ്ത്രം. കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന ആരാണ്? പെരിയാറാണ്. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ, ഡാം സ്ഥിതി ചെയ്യുന്ന നദിയാണ് ഏത്? പെരിയാർ. ഏറ്റവും കൂടുതൽ വെള്ളം ഉൾക്കൊള്ളുന്ന നദി ഏതാണ്? അതും പെരിയാറാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത് ഏതാണ്? പെരിയാർ. ഏറ്റവും കൂടുതൽ പോഷക നദികൾ ഉള്ളതാർക്കാണ്? പെരിയാർ. ആലപ്പുഴ, മംഗലംപുഴ, മാർത്താണ്ഡപ്പുഴ. ആലുവപ്പുഴ എത്തുമ്പോൾ 2ആയി തിരിഞ്ഞിട്ട് ആണ്. പെരിയാറിൻ്റെ തീരത്ത് കാണുന്ന പ്രശസ്തമായ സ്ഥലങ്ങളാണ് സ്ഥാപനങ്ങൾ: മലയാറ്റൂർ പള്ളി, ആലുവ അദ്വൈത ആശ്രമം, ശ്രീനാരായണ പെരിയാർ വന്യജീവി സങ്കേതം. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഏത്? പെരിയാർ. ഇടുക്കി, എറണാകുളം ജില്ലകളിലൂടെ ഒഴുകുന്നു. എറണാകുളം എത്തുമ്പോൾ അറിയപ്പെടുന്നത് ആലുവപ്പുഴ, കാലടിപ്പുഴ എന്നിങ്ങനെയാണ്. അടുത്തതാണ് ഭാരതപ്പുഴ. ഭാരതപ്പുഴ 209 കിലോമീറ്ററാണുള്ളത്. പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം ജില്ലകളിലൂടെ ഒഴുകുന്നതാണ് ഭാരതപ്പുഴ. കേരള നെയിൽ ഭാരതപ്പുഴ, കേരള ഗംഗ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഏതാണ്? ഭാരതപ്പുഴയാണ്. ഉത്ഭവം ആനമല, തമിഴ്നാട്. പതനം അറബിക്കടൽ. തമിഴ്നാട്ടിൽ അറിയപ്പെടുന്ന പേരാണ് അമരാവതി. വിളിക്കുന്ന പേരുകൾ പൊന്നാനിപ്പുഴ, ശോകനാശിനി പുഴ, നിള, പേരാർ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നു.